അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പണം എല്ലാവരും ആഗ്രഹിക്കുന്നു. സമ്പാദ്യം ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. കഠിന പ്രയത്നങ്ങൾ നടത്തുന്നു. പലതായ രൂപത്തിൽ പണങ്ങൾ ശേഖരിക്കുന്നു, ഉപയോഗിക്കുന്നു. പക്ഷേ ഒറ്റ ചോദ്യം: പണം നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണത്. പണം ഉണ്ടാക്കാൻ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും എല്ലാ നിലക്കും അധ്വാനിച്ചുകൊണ്ടാണ് പണം സമ്പാദിക്കുന്നത്. ഈ സമ്പാദിക്കുന്ന പണങ്ങൾ നാം വ്യക്തമായും ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ എന്നതും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. പണം ഉണ്ടാകുമ്പോൾ സന്തോഷമാണോ ഉണ്ടാകുന്നത്? അതല്ല ദുഃഖങ്ങളാണോ ഉണ്ടാകുന്നത്? അതുമല്ല, ആ ഉണ്ടാക്കിയ പണം മനസ്സിനെയും ശരീരത്തിനും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പണം പലപ്പോഴും സന്തോഷങ്ങളല്ല തരുന്നത്. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനോവിഷമങ്ങളുമാണ് പലർക്കും ഉള്ള സമ്പാദ്യം കൊണ്ട് വരുത്തി വെക്കുന്നത് എന്ന് നമുക്ക് പുറം ഭാഗങ്ങളിലൂടെ ഒന്ന് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പണമുണ്ടാക്കാൻ പ്രയാസപ്പെടുന്നത് പോലെ തന്നെ ആ ഉള്ള പണം സംരക്ഷിക്കാൻ അതിലും വലിയ പ്രയാസങ്ങളാണ് ഉള്ളത്. പല നിലയ്ക്ക് പ്രയാസങ്ങളുണ്ട്. ഒന്ന്, ഉണ്ടാക്കിയെടുത്ത പണങ്ങൾ, സമ്പാദ്യങ്ങൾ നശിച്ചു പോകുമോ എന്ന ഒന്ന് മനോവിഷമം. അത് ഏത് സമ്പാദ്യങ്ങളാകട്ടെ. അപ്പൊ കൃഷിയിലൂടെ സമ്പാദിച്ചവരുണ്ടാകാം, കച്ചവടത്തിലൂടെ ഉണ്ടാകാം, ജോലിയുടെ ഉണ്ടാകാം, മറ്റു പല നിലക്കും ഉണ്ടാക്കിയ പണങ്ങൾ ഇത് നശിച്ചു പോകുമോ എന്ന് മനോവിഷമം ഉള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ മോഷണം പോകാൻ സാധ്യതയുണ്ട്. പണങ്ങൾ പല നിലയ്ക്ക് ഇന്ന് മോഷണങ്ങൾ നടക്കുകയാണ്. ഇന്ന് ഓൺലൈൻ മോഷണങ്ങൾ പെരുകി വരികയാണ്. പല നിലക്കാണ് മോഷണങ്ങൾ നടക്കുന്നത്. ഏത് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാലും അതിനെയെല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ മോഷണങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ തലത്തിലാണ് മോഷണങ്ങൾ നടക്കുന്നത്. മറ്റൊന്ന്, മറ്റാരെങ്കിലും തന്റെ സമ്പാദ്യങ്ങൾ നശിപ്പിക്കുമോ എന്നൊരു ഭയങ്ങളുണ്ട്. കൃഷി ഇടങ്ങൾ നശിപ്പിക്കുന്നതുണ്ട്, മനുഷ്യർ നശിപ്പിക്കുന്നു, മനുഷ്യേതര ജീവികൾ, കാട്ടുജീവികളും ഒക്കെ വന്ന് കൃഷികൾ നശിപ്പിക്കുന്നതും അങ്ങനെയും ഭയക്കുന്ന ആളുകളുണ്ട്. പിന്നെ മറ്റൊരു ഭയം നിയമപരമായ പ്രശ്നങ്ങളാണ്. ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ നിയമപരമല്ല എങ്കിൽ അതിന് ഭരണകൂടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെ പലതായ നിലക്കുള്ള പ്രയാസങ്ങൾ സമ്പാദിച്ചവർക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത, അധ്വാനിച്ചെടുത്ത സമ്പാദ്യങ്ങൾ അത് സംരക്ഷിക്കാൻ പലതായ രൂപങ്ങളാണ് പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നശിക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ തങ്ങളുടെ ആദർശങ്ങൾ പോലും പലപ്പോഴും കീഴ്പ്പെടേണ്ടി വരുന്നുണ്ട് ചിലർക്ക്. ഇല്ല എന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. മാത്രവുമല്ല, ആ സമ്പാദ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു പലതിനും ചിലപ്പോൾ കീഴ്പ്പെടേണ്ടിയും വരുന്നുണ്ട് എന്നതും ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. പലതിനെയും നമ്മൾ ചിലപ്പോൾ സഹായിക്കേണ്ടി വരും. എന്തിനു വേണ്ടി? നമുക്ക് മാനസികപരമായും മറ്റും ഒരു നിലക്കും യോജിക്കാത്ത കാര്യങ്ങൾക്ക് പോലും സാമ്പത്തികമായി ചിലപ്പോൾ ചിലർ സഹായിക്കേണ്ടി വരുന്നു. എന്ത് കാരണത്താൽ? താൻ അധ്വാനിച്ചെടുത്ത സമ്പാദ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. പണം വേണം, വേണ്ട എന്ന് ആരും പറയുന്നില്ല. നമ്മുടെ ജീവിതമാർഗമാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാക്കിയെടുക്കുന്ന പണം അത് നിയമപരമായും മതപരമായും നന്നാകണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും വഞ്ചിച്ചും ചതിചെയ്തും നമ്മൾ സമ്പാദിക്കരുത്.
ഓരോ രാജ്യത്തിന്റെയും നിയമങ്ങൾ അനുസൃതമായി കൊണ്ടായിരിക്കണം പണങ്ങൾ സമ്പാദിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്ലാമികപരമായ നിയമങ്ങൾ ചിലതുണ്ട് പണം സമ്പാദിക്കുന്നതിനും മറ്റുമെല്ലാം. ആ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം. ആ നിയമം പാലിച്ചിട്ടില്ല എങ്കിൽ, ഇസ്ലാമികപരമായ നിയമങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അത് നമ്മൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഉണ്ടാക്കിയ പണം അത് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ളതാക്കി മാറ്റണം. പലരും കുറേ സമ്പാദിക്കുന്നു എന്നല്ലാതെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഉണ്ടാക്കിയ പണം അത് നല്ല നിലക്ക് സംരക്ഷിച്ച് അത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കണം. ഉണ്ടാക്കി എനിക്കും ഉപകാരപ്പെടണം, എൻ്റെ കുടുംബത്തിനും ഉപകാരപ്പെടണം, എൻ്റെ സമൂഹത്തിനും ആ പണം ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് ചിലവഴിക്കുക തന്നെ വേണം. അപ്പോഴേ നമ്മുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതല്ല നമ്മൾ കുറെ സമ്പാദിച്ചു ഏതോ മൂലയിൽ ഒതുക്കി വെച്ചത് കൊണ്ട് ആർക്കും പ്രയോജനം ഇല്ല എന്ന് മാത്രം. പണത്തിന് സമ്പാദിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ അവർക്ക് ജീവിതം ഇല്ലാതാകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുക, എത്ര ആളുകൾ കുറേ പണങ്ങളുണ്ട്, പക്ഷേ അവർക്ക് ആ പണം കാരണം ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ കാരണം അവർ പണത്തിന്റെ പിന്നാലെ പോകുന്നു. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, പണവും മക്കളും ഈ ഭൗതിക ജീവിതത്തിൽ അലങ്കാരങ്ങളാണ്. അത് കാരണം നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് എന്നർത്ഥം. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത പണങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആസ്വദിക്കണം, ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം. അതല്ലാത്തത് കൊണ്ട് എന്ത് കാര്യം? കുറെ പണങ്ങളുണ്ടായി നമ്മുടെ വർണ്ണത്തോടു കൂടി അത് ഒന്നും അല്ലാതെയാകുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റെടുത്ത് നമുക്ക് കാണാൻ കഴിയും. പണത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഇങ്ങനെ പറയുന്നു, ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അഥവാ മരണം വരെ ആ പണം അവന് ഉപയോഗപ്പെട്ടേക്കാം, അതിനുശേഷം ഉപയോഗപ്പെടുന്നില്ല. പിന്നീട് എന്താ? ഇത്രയും കോടികൾ സമ്പാദിച്ചത് കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല, മരണശേഷം ഉപകാരപ്പെടുന്നും ഇല്ല. പിന്നെ എന്ത് കാര്യം? എന്തിന് കഷ്ടപ്പെടണം? അപ്പോൾ പണം ചിലർക്ക് ദുഃഖങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നർത്ഥം. ദുഃഖങ്ങൾ സമ്പാദിക്കുന്നു, ജീവിക്കാൻ കഴിയുന്നില്ല, കാരണം അവരുടെ കുടുംബത്തെ നോക്കാൻ കഴിയുന്നില്ല, ഭാര്യയോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ല, മക്കളെ ലാലിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടെ സമ്പാദ്യങ്ങൾ, അതിനുവേണ്ടി പ്രയാണങ്ങൾ നടത്തുകയാണ്. അഷ്ടദിക്കുകളിലേക്കും അവർ ആ പ്രയാണം നടത്തുന്നു. എന്ത് പ്രയോജനം? അപ്പോൾ പണം അത് ജീവിക്കാനുള്ളതായിരിക്കണം, ജീവിത മാർഗത്തിന് വേണ്ടിയായിരിക്കണം. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും, പണം ഉള്ളവനേക്കാൾ പണം ഇല്ലാത്തവനാണ് അവന്റെ ജീവിതം ആസ്വദിക്കുന്നത്. കുടുംബത്തോടൊപ്പവും മക്കളോടൊപ്പവും സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നത് പലപ്പോഴും പണം ഇല്ലാത്തവനാണ്. കാരണം അവൻ ഇന്ന് കിട്ടിയത് കൊണ്ട് അവന്റെ വിയർപ്പ്, അവന്റെ വയറിന്റെ വിശപ്പടക്കുന്നു. നാളത്തേക്ക് അവൻ അധ്വാനിക്കുന്നു, അത് കിട്ടുന്നു, അവൻ വിശപ്പടക്കുന്നു, കുടുംബത്തെ പോറ്റുന്നു, അവൻ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു, സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നു. അവന് മറ്റു ചിന്തകളോ ആലോചനകളോ ഇല്ല. എന്റെ സമ്പാദ്യം നശിക്കുമോ എന്ന ചിന്തയില്ല. ഉറക്കത്തിൽ അവൻ ഞെട്ടിയുണരുന്നില്ല. എന്നാൽ പണമുള്ളവനാണെങ്കിൽ ഉറക്കത്തിൽ പോലും അവൻ ഞെട്ടിയുണരുന്നു. എന്റെ സമ്പാദ്യം, എന്റെ കച്ചവടം എന്ന ചിന്തയിലാണ് അവന്റെ എപ്പോഴും മനസ്സിലേക്ക് ആവാഹിച്ചു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക. പണം ഉണ്ടാകണം വേണ്ട എന്ന് നാം പറയുന്നില്ല, പക്ഷേ ഉള്ള പണം നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള സമ്പാദ്യങ്ങളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. പണം ആർക്കും ദുഃഖമാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.